ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആകെ ചർച്ചയിലായിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെയ്ക്കയുടെ ലൈവിനെ കുറിച്ച് സംസാരിക്കാനാണ്. എനിക്കറിയാം ഇതിനകത്ത് എന്തുള്ളതൊന്നും ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. എന്നോട് ആരെങ്കിലും വന്ന് ജെയ്ക്ക് തെറ്റുകാരനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമടച്ച് പറയും, ജെയ്ക്ക് ഒരിക്കലും ഒരു തെറ്റുകാരനല്ല. കാരണം അവൻ പറയുന്നതിൽ ശരിയുണ്ട്. അവനൊരു മനുഷ്യനല്ലേ, അവനുണ്ടാവും ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ. ജെയ്ക്ക് ഇതിലൊരു പറയുന്നുണ്ട്, എന്നൊരു മനുഷ്യനായിട്ട് കാണാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ കരച്ചിലാവുന്നേ. ലൈക്ക് ഒരു ഐഡലായെന്ന് കരുതിയിട്ട് അവൻ്റെ ഫ്രീഡം ഒക്കെ ബലമായി പിടിച്ചു വെക്കുന്ന പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഞാനൊരു ആർമിയാണ്, ഞാനൊരു കട്ട ആർമിയാണ്. പക്ഷേ ഞാനിങ്ങനൊരു BTS ഫാൻ അല്ല എന്നുണ്ടെങ്കിലും ഞാൻ ഉറപ്പായിട്ടും K-പോപ്പിനെ ഈ കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും. കാരണം അവരൊരു പ്രതിമ, ഫാൻസും അവർ ജോലി ചെയ്യുന്ന കമ്പനീസും പറയുന്നത് കേട്ട് നിൽക്കുന്നൊരു പ്രതിമ. അവർക്കും ഉണ്ടാവും ഇഷ്ടങ്ങളും എല്ലാതും അവർക്കും ഉണ്ടാവില്ലേ, പക്ഷേ അതാരും കാണില്ല. ഇപ്പോൾ ജെയ്ക്ക് ഇതിൽ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, പക്ഷേ അത് അവന് പറയാൻ ധൈര്യം വന്നിട്ടില്ല ഇപ്പോഴും. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് വേണ്ടത് ഒരു പെർഫെക്റ്റ് ഐഡലിനെ അല്ല, ഒരു റിയൽ ജെയ്ക്കയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ചാൽ അറിയാം, നിങ്ങൾ വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് എത്ര കാലം അങ്ങനെ കൺട്രോളായിട്ട് ജീവിക്കാൻ കഴിയും. പക്ഷെ ഇവർ എത്ര ലോകം അറിയുന്നവരായിട്ടും ഇത്രയും വർഷം ഇവർ മറ്റൊരാളുടെ കൺട്രോളിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ഇവർക്കൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവരോട് അനുവാദം ചോദിക്കണം. പിന്നെ ഈ ലൈവിൽ തന്നെ ഒരു പകുതി എത്തിയപ്പോൾ ജെയ്ക്ക് റിഗ്രറ്റ് അടിച്ചിട്ടുണ്ട്, ഇങ്ങനെ ലൈവിൽ വന്ന് ഓരോന്ന് പറയണേനും ഒരു തെറി വിളിക്കുന്നതിനൊക്കെ. അവൻ തന്നെ സോറി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ, അവൻ്റെ കണ്ണിന്ന് കണ്ണുനീര് പോലും വന്നിട്ടുണ്ട്, അവൻ കരഞ്ഞിട്ട് പോലും ഉണ്ട്. പിന്നെ അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കമ്പനിക്കാരനോ അല്ലെങ്കിൽ മെമ്പേഴ്സുകാരനോ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരനോ ഒന്നുമല്ല. അവിടെ ഞാൻ ശ്രദ്ധിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരനോ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. മേ ബി അവന് റിലേഷൻ ഉണ്ടായിരിക്കാം, അത് പറയാനാവും അവനിങ്ങനെ മടിക്കുന്നത്. കാരണം അവനൊരു ഐഡലല്ലേ, അവന് റിലേഷൻ ആവാനൊന്നും അധികാരമില്ലല്ലോ. പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങളെന്നായിട്ട് ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, അവരോടാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഫാൻസ് എന്ന നിലയിൽ ഒരിക്കലും അവരെ കൺട്രോൾ ചെയ്ത് നിർത്തുകയല്ല വേണ്ടത്. അവരെ മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ ഉൾക്കൊള്ളാണ് വേണ്ടത്. അതാവും നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല കാര്യം. അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാവും അത്. വിഷമമുണ്ടാവും, ലൈക്ക് അവർക്കൊരു ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് ഉണ്ടാവും. മാത്രമല്ല, ഈ ലൈവ് കണ്ടിട്ട് ഞാനും ഒന്ന് സ്റ്റക്കായത്. പക്ഷെ പിന്നീട് ചിന്തിച്ചപ്പോൾ അവൻ പറഞ്ഞതൊക്കെ 100% ശരിയാണെന്ന് എനിക്ക് തോന്നി. ഒരു തെറ്റും ജെയ്ക്കയുടെ ഭാഗത്ത് ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജെയ്ക്ക് ഒരു തെറ്റുകാരനല്ല. ഈ സിഗരറ്റ്, ആൽക്കഹോൾ അതൊന്നും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ലോകത്ത് ഒരാളും പെർഫെക്റ്റ് ആയിട്ടുള്ളവരില്ല. ഇപ്പം നിങ്ങളായാലും ഞാനാണെങ്കിലും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. ജെയ്ക്ക് പോലും പറഞ്ഞിട്ടുണ്ട് ആ ലൈവിൽ, ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല എന്ന്. അത് ശരിയാണ്, ഒരിക്കലും ആരും പെർഫെക്റ്റ് അല്ല. 1% ഒരാളെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടാവും. ആരും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ ഈ ലോകത്ത് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ജെയ്ക്കും പെർഫെക്റ്റ് അല്ല. കാരണം നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ അവനും ഉണ്ടാവില്ല നെഗറ്റീവ് സൈഡ്, നമുക്കുള്ള പോലെ തന്നെ. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ആർമിയ ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവൻ്റെ ഈ ലൈവിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അവൻ തന്നെ പറയുന്നുണ്ട്, അർജുനാണെങ്കിൽ ഇത് വിശദീകരിച്ച് അങ്ങനെ, എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയേണ്ടതെന്ന് അറിയില്ല, നിങ്ങളോട് നിങ്ങളെങ്ങനെ അത് എടുക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ അവനതിന് സോറിയും ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ലൈവ് കണ്ടിട്ട് എനിക്ക് ജെയ്ക്കയെ പാവം തോന്നി. ജെയ്ക്കയെ പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അവൻ പറയുന്നതിൽ ഒരുപാട് സത്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അവൻ്റെ ഇഷ്ടത്തിൽ അവൻ്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എന്തായാലും നല്ല ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ജീവിക്കാൻ കഴിയട്ടെ തന്നെയാണ് ഞാനും പറയുന്നത്. അവനിപ്പോൾ വന്ന ഈ ധൈര്യം ഇനി അങ്ങോട്ടും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഏഞ്ചൽസ് ആയിട്ട് ആരും ജനിക്കുന്നില്ല, എല്ലാവരും മനുഷ്യരായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ ജങ്കുക്കിനെ ജെക്കെ മനസ്സിലാക്കി അവനൊരു മനുഷ്യനായിട്ട് കാണാൻ എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും പറ്റും, അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് യൂട്യൂബിലിടുന്നത്. അല്ലാതെ എനിക്ക് വ്യൂസ് ഉണ്ടാവാൻ ലൈക്ക് കിട്ടാനൊന്നുമല്ല. എനിക്കറിയാം ഇതിന് അത്ര വ്യൂസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സമാധാനം കിട്ടും. എനിക്ക് ആ ലൈവ് കണ്ട അവിടുന്ന് മുതൽ ഞാൻ ആകെ ടെൻഷനാണ്. എനിക്ക് ജെക്കെ സത്യം പറഞ്ഞാൽ അവൻ പറയുന്നത് ശരിയാണ്. ഇനി ജെക്കെ ഈ കാര്യത്തിൽ ആരും മനസ്സിലാക്കൂലേ, അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു. പക്ഷേ കുറേ ആൾക്കാരാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. കൊറിയനിലെ ആർമീസ് അത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ കമൻസൊക്കെ കണ്ടു. ഇവിടെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അവരുടെ പുതിയ പാട്ട് വരാൻ പോവാണല്ലോ. സോ എനിക്കറിയാം, ഞാനൊരു ചെറിയ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എത്രമാത്രം ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകം മുഴുവൻ അറിയുന്ന ഇവർ ഒരു ആൽബം ഒരു സോങ് ഉണ്ടാക്കുമ്പോൾ അത് നമ്മളെങ്ങനെ എടുക്കും, അത് അവർക്കത് ചെയ്യണം, എല്ലാതും പാടെ അവൻ്റെ തലയിലാകെ ഫുൾ ടെൻഷനാവും. ആ ഒരു രീതിയിലൊക്കെ ആവും അവൻ പറഞ്ഞത്. അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പുതിയ പാട്ടൊക്കെ വരാൻ പോകല്ലോ, അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനായിട്ട് തലയിലുണ്ട്. പിന്നെ അവൻ തന്നെ പറഞ്ഞില്ല എനിക്ക് അതിൻ്റെ എന്തിനാ ടെൻഷൻ അടിക്കേണ്ട കാര്യം, എനിക്ക് അതിന് ടെൻഷനൊന്നുമില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു അവനെ. എന്തായാലും ജെക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലൈവ് കണ്ടിടത്തോളം എനിക്കതാ മനസ്സിലായത്. അവൻ എന്തോ കാര്യമായിട്ട് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവനത് പേടിയായിട്ടാണ് പറയാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നന്നായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവന്. ഈ ലൈവ് കണ്ടാവും എന്താ പറയുക, അവൻ്റെ ഓരോ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ പോലെ. ആഗ്രഹങ്ങളും ഒക്കെ അവനായിട്ടിരിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മളെ മുന്നിലാണെങ്കിലും ഞാൻ എന്നെയായിട്ട് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കണം എന്നാണ് അവൻ പറയുന്നത്. കാരണം അവൻ്റെ റിയൽ സ്വഭാവം അറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കണം എന്നാവും അവൻ്റെ ആഗ്രഹം. സോ എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒരു ഏഞ്ചലായിട്ട് എല്ലാ ഐഡിയൽസും കൊണ്ട് നടക്കുന്നതിനെക്കാട്ടിലും എൻ്റെ അഭിപ്രായത്തിൽ നല്ലതായിട്ട് തോന്നുന്നത് അവരൊരു മനുഷ്യനായിട്ട് കൊണ്ട് നടക്കുന്നത് തന്നെയാണ്. നമുക്ക് അവരെയാണല്ലോ സ്നേഹം. അപ്പോൾ ഓക്കെ ഗൈസ്, എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. എനിക്ക് ഇതിൽ കൂടുതൽ പറയാനുണ്ട്, പക്ഷെ ഞാൻ എന്തൊക്കെ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. പ്ലീസ് ആരും ജെക്കെ തെറ്റിദ്ധരിക്കാതിരിക്കുക, മനസ്സിലാക്കുക, അവൻ്റെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം. എനിക്ക് ഇത്രയുള്ള പറയാം. ഓക്കെ ബൈ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കോഴികളും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. പ്ലീസ് ഇഗ്നോറിങ് ദാറ്റ്. അതൊന്നുമില്ലാതെ എനിക്കൊരിക്കലും ഡബ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് അതിന് ശ്രമിക്കും, പക്ഷെ ഒരിക്കലും അതിന് കഴിയില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ അടിയിൽ നിന്ന് ചെയ്യാനേ പറ്റുള്ളൂ. എത്ര ദൂരത്ത് പോയാലും ഈ ശബ്ദം ഇവിടെ ഉണ്ടാവും. പുറത്ത് പോയാൽ കോഴി, ഉള്ളിൽ വന്ന ഇവർ. സോ നിങ്ങളതൊന്ന് മനസ്സിലാക്കണേ. സോറി, റിലേ സോറി.